സ്തനങ്ങളുടെ വലിപ്പം കൂടാൻ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ. ഒളിഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിയൂ. സ്തനങ്ങളുടെ ഭംഗിയും വലിപ്പവും വർദ്ധിപ്പിക്കാൻ ഇന്ന് പലരും ആശ്രയിക്കുന്ന ഒന്നാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ. സ്ത്രീകൾ മാത്രമല്ല, ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ പെണ്ണായി മാറുന്നവരുമൊക്കെ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ചെയ്യാറുണ്ട്. ശരീരത്തിനുള്ളിലേക്ക് വെച്ചുപിടിപ്പിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും? വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവയ്ക്ക് എന്ത് സംഭവിക്കും? സ്തന ഇംപ്ലാന്റുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളും അവ ഉയർത്തുന്ന ഗുരുതരമായ റിസ്കുകളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. എത്നിക് ഹെൽത്ത് കോഡ്. പ്രശസ്ത ബ്യൂട്ടി വ്ലോഗർ ഹൂഡ കറ്റാനും തന്റെ ശരീര സൗന്ദര്യം കൂട്ടാൻ ഒരു തീരുമാനമെടുത്തു: ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ. എന്നാൽ വർഷങ്ങൾക്കു ശേഷം കഠിനമായ വേദനയും അണുബാധയുമായി അവർക്ക് ആശുപത്രിയിൽ അഭയം തേടേണ്ടി വന്നു. തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഹൂഡ കറ്റാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടും ഇംപ്ലാന്റ് മാറ്റാതിരുന്ന ഹൂഡയ്ക്ക് 12ാം വർഷം കഠിനമായ വേദന അനുഭവപ്പെടുകയായിരുന്നു. പരിശോധനയിൽ ഇംപ്ലാന്റുകൾ ശരീരത്തിനുള്ളിൽ വെച്ച് പൊട്ടിപ്പോയതായി കണ്ടെത്തി. ഇത് ഗുരുതരമായ അണുബാധയിലേക്കും നീർവീക്കത്തിലേക്കും നയിച്ചു. പഴയ ഇംപ്ലാന്റ് ഭാഗങ്ങൾ നീക്കം ചെയ്ത് മാസങ്ങളോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമേ അവർക്ക് സാധാരണ നിലയിലേക്ക് വരാൻ സാധിച്ചുള്ളൂ. പലരും കരുതുന്നത് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ഒരിക്കൽ ചെയ്താൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. സാധാരണഗതിയിൽ 10 വർഷമാണ് ഇതിന്റെ കാലാവധി. 10 വർഷം കഴിയുമ്പോൾ ഇവ മാറ്റി പുതിയവ സ്ഥാപിക്കണം. സ്തന സൗന്ദര്യ ശസ്ത്രക്രിയകളുടെ വിപണി അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് വളരുന്നത്. ഗ്രാൻഡ് വ്യൂ റിസർച്ച് 2024 പുറത്തുവിട്ട പഠനമനുസരിച്ച് നിലവിൽ $266 കോടി മൂല്യമുള്ള ഈ വിപണി 2033 ആകുമ്പോഴേക്കും $560 കോടി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ വളർച്ചയോടൊപ്പം തന്നെ റിസ്കുകളും വർദ്ധിക്കുന്നു. സിലിക്കൺ ജെൽ ഇംപ്ലാന്റുകൾ പൊട്ടുമ്പോൾ ആ ജെൽ സമീപത്തെ കോശങ്ങളിലേക്ക് പടരുന്നത് വലിയ സങ്കീർണതകൾ ഉണ്ടാക്കും. പഴുപ്പ്, രക്തസ്രാവം, സ്തനത്തിന്റെ രൂപം മാറിപ്പോകുക തുടങ്ങിയ പ്രശ്നങ്ങൾ പലരിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പ്ലാസ്റ്റിക് സർജറി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സ്തനാർബുദം മൂലം സ്തനങ്ങൾ നീക്കം ചെയ്യപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്കോ ഇത് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ കേവലം സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന റിസ്കുകൾ കൂടി മുൻകൂട്ടി കാണണം. ഒന്നിലധികം ശസ്ത്രക്രിയകളും തുടർച്ചയായ വൈദ്യ പരിശോധനയും ഇതിന് ആവശ്യമായി വരും. ഒരു പ്ലാസ്റ്റിക് സർജനെ കാണുന്നതിന് മുൻപ് കൃത്യമായ ധാരണ നേടുക. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.